Now the topic complex conjugates. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്താ നോക്കാം. The complex conjugate of a complex number z equal to x plus iy is defined as the complex number z bar equal to x minus iy. അതായത് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് z equal to x plus iy. ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? z bar equal to x minus iy എന്നാണ്. അതായത് നമുക്ക് ഈ z ബാർ എന്ന് പറയുന്ന പോയിന്റിനെ z എന്ന് പറയുന്ന പോയിന്റിൻ്റെ റിഫ്ലക്ഷൻ ആണ് എലോങ് ദ എക്സ് ആക്സിസ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു XY എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ. ഓക്കെ, എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷനാണ് നമുക്ക് അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങോട്ടേക്കുള്ള ഇതാണ് നമ്മളുടെ z ബാർ. ഓക്കെ, ഇത് നമുക്ക് z. The point z bar is the reflection of the point z in the x-axis. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പം z ഈക്വൽ ടു 2 + 3i ആണ് നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എങ്കിൽ നമ്മുടെ z ബാർ എന്താണ്? 2 - 3i. അതുപോലെ z ഈക്വൽ ടു 5 ആണ് തന്നിരിക്കുന്നത്. ഒരു കോംപ്ലക്സ് നമ്പറാണ്. സോ z ബാർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് z ഈക്വൽ ടു 3i എന്നാ തന്നിട്ടുണ്ടെങ്കിൽ z ബാർ എന്താണ്? -3i ആണ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾ നോക്കാനുള്ളത്. നമുക്കിതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്സ്. പ്രോപ്പർട്ടീസ്. ഓക്കെ, ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് z ഈക്വൽ ടു x + iy എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയൽ പാർട്ട് ഓഫ് സെഡിനെയും ഇമാജിനറി പാർട്ട് ഓഫ് സെഡിനെയും z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെയും z കോഞ്ചുഗേറ്റിൻ്റെയും ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. z + z ബാർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് z. ഓക്കെ, ഇത് ശരിയാണോ? നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രൂഫ് എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം z + z ബാർ ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു x + iy പ്ലസ് x minus iy ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് 2x ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു x. ഓക്കെ, x എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ പാർട്ട് ഓഫ് z അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് z. ഓക്കെ, ഇനി ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ഇമാജിനറി പാർട്ട് ഓഫ് സെഡിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. സെഡിൻ്റെയും z കോഞ്ചുഗേറ്റിൻ്റെയും ടേംസിൽ z minus z conjugate divided by 2i. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രൂഫ്. ഓക്കെ, അതായത് നമുക്ക് z minus z conjugate divided by 2i എന്താണ്? x plus iy minus x minus iy അല്ലേ? ഡിവൈഡഡ് ബൈ 2i എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ x plus iy minus x പ്ലസ് iy എന്ന് എഴുതാലോ, ഡിവൈഡഡ് ബൈ 2i. പിന്നെ നമുക്ക് എക്സും ക്യാൻസൽ ചെയ്ത് പോയി 2iy ഡിവൈഡഡ് ബൈ 2i എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു y. y എന്ന് പറഞ്ഞാൽ എന്താ? സെഡിൻ്റെ ഇമാജിനറി പാർട്ടാണ്. സോ z minus z കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ 2i ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് z. ഇനി നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി z കോഞ്ചുഗേറ്റ് ദ ഹോൾ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു z. അതായത് ഒരു തവണ z കോഞ്ചുഗേറ്റ് എടുത്തു, വീണ്ടും അതിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ നമ്പർ തന്നെയാണ് കിട്ടാന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. z കോഞ്ചുഗേറ്റ് ദ ഹോൾ കോഞ്ചുഗേറ്റ് ആണല്ലോ. നമുക്കറിയാം z ഈക്വൽ ടു x + iy ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്താണ് വരിക? z കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ z കോഞ്ചുഗേറ്റ് ഈക്വൽ ടു x - iy അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ x - iy-യുടെ കോഞ്ചുഗേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? x + iy എന്ന് കിട്ടണം അല്ലേ? അതായത് ഏതൊരു നമ്പറിൻ്റെയും കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ മുമ്പിലുള്ള സൈൻ മാറ്റിയിടണം. അപ്പോൾ x - iy ദ ഹോൾ കോഞ്ചുഗേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു x + iy ദാറ്റ് ഈസ് ഈക്വൽ ടു z. ഓക്കെ, ഇനി ഇത് റിഫ്ലക്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ സൈൻ മാറ്റിയിടുന്നത്. നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഈ പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ പ്രൂഫ് ഈസിയാണ്, നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത പ്രോപ്പർട്ടിയാണ് z1 and z2 belongs to C.
രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതിൽ z1 ഈക്വൽ ടു x1 പ്ലസ് ഐ y1 ആണ്, z2 ഈക്വൽ ടു x2 പ്ലസ് ഐ y2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? z1 പ്ലസ് z2 ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു z1 കോൺജുഗേറ്റ് പ്ലസ് z2 കോൺജുഗേറ്റ് എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ തന്നെ മൈനസും പറ്റും. z1 മൈനസ് z2 ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു z1 കോൺജുഗേറ്റ് മൈനസ് z2 കോൺജുഗേറ്റ്. പ്രോഡക്റ്റിൽ പറയാം z1 z2 കോൺജുഗേറ്റ് ഈക്വൽ ടു z1 കോൺജുഗേറ്റ് ഇൻറ്റു z2 കോൺജുഗേറ്റ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിവിഷനിൽ പറയാം z1 ഡിവൈഡഡ് ബൈ z2 ദ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു z1 കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ z2 കോൺജുഗേറ്റ്. ഇവിടെ ഒരു കാര്യമുണ്ട്, z2 ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രൂഫ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ z1 പ്ലസ് z2 കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക, എന്നിട്ട് അത് കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് z1 എഴുതുക, അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക, z2 എഴുതുക, അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക, രണ്ടും ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് LHSും RHSും ഈക്വൽ ആണോ കിട്ടുന്നതെന്ന് നോക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് ചെയ്യുക. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പറാണ് പറയേണ്ടത്. നമുക്ക് നോക്കാം എന്താണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നമ്മൾ പറയുന്നത് the modulus or absolute value of a complex number z equal to x plus iy is defined as the non-negative real number mod z equal to square root of x square plus y square. അതായത് നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ അതൊരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അതൊരു കോംപ്ലക്സ് നമ്പർ അല്ല, അതൊരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവില്ല. മോഡ് z ഈക്വൽ ടു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? മോഡ് z ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. അതായത് ഇത് ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട് x y എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, x പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് x y എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മോഡ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഒറിജിനിൽ നിന്ന് ഈ XY എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ്, ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്കറിയാം XY എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നമുക്കറിയാം. അത് തന്നെയാണ് നമ്മളുടെ മോഡ് z എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് z ഈക്വൽ ടു 1 പ്ലസ് ഐ എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മോഡ് z എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് ഇതിൻ്റെ റിയൽ പാർട്ട് 1 ആണ്, ഇമാജിനറി പാർട്ടും 1 ആണ്. ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. പിന്നെ കോൺജുഗേറ്റ് എന്താണ്? നമ്മൾ കോൺജുഗേറ്റ് ഡിഫൈൻ ചെയ്തല്ലേ, z കോൺജുഗേറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. നമുക്കിനി z ഇൻറ്റു z കോൺജുഗേറ്റ് നോക്കാം. z ഇൻറ്റു z കോൺജുഗേറ്റ് ദറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. ഓക്കെ, പിന്നെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ദറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇപ്പം നമുക്ക് എന്താ കിട്ടിയേ? z ഇൻറ്റു z കോൺജുഗേറ്റ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടിയല്ലേ. നമ്മൾ എങ്ങനെയാണ് മോഡുലസ് ഓഫ് z ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് ഓഫ് z ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നല്ലേ. അപ്പം നമുക്കിതിനെ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് മോഡ് z സ്ക്വയർ എന്ന് എഴുതാലോ. മോഡ് z ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എങ്ങനെയാണ് മോഡ് z സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാലോ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. z ഇൻറ്റു z കോൺജുഗേറ്റ് ഈക്വൽ ടു മോഡ് z സ്ക്വയർ. ഓക്കെ, നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, z ഇൻറ്റു z കോൺജുഗേറ്റ് ഈക്വൽ ടു മോഡ് z സ്ക്വയർ. ഇതിനിങ്ങനെയും കൂടെ എഴുതാം നമുക്ക്. മോഡ് z ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് z ഇൻറ്റു z കോൺജുഗേറ്റ് എന്ന് എഴുതാം. ഓക്കെ,
ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഞാൻ പറഞ്ഞു ഒരു പോയിന്റിൽ നിന്നുള്ള, അതായത് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ശരിക്കും മോഡുലസ് ഓഫ് സെഡ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മോഡ് Z1 - Z2 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് Z1 = x1 + i(y1) എന്ന് പറഞ്ഞ പോയിന്റ്, സോറി കോംപ്ലക്സ് നമ്പർ ആണ്. Z2 = x2 + i(y2) എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയുന്ന കാര്യം എന്താ? മോഡുലസ് ഓഫ് Z1 - Z2, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് Z1 ആൻഡ് Z2 അല്ലേ? മോഡുലസ് ഓഫ് Z1 - Z2 ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് Z1 ആൻഡ് Z2. അതായത് നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതാം. ശരി, Z1 - Z2 നമുക്കറിയാം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് x1 - x2 പ്ലസ് i × y1 - y2 ആണല്ലോ. അപ്പം ഇതിൻ്റെ മോഡുലസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ നമ്മളിപ്പോൾ പറഞ്ഞു. സോ x1 - x2 the whole square plus y1 - y2 the whole square root of this one. ഓക്കെ. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമില്ലേ, രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം x1 y1 x2 y2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ √(x1 - x2) the whole square plus y1 - y2 the whole square ആണ്. അതുതന്നെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്കൊരു കാര്യം കൂടെ പറയാം. ഒരു ചെറിയൊരു റിമാർക്കാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ കാര്യം എന്താണെന്നുള്ളത്. നമുക്ക് ഈ റിയൽ നമ്പർ നമ്മൾ പറയുമ്പം നമുക്കതിനൊരു ഓർഡറിങ് ഉണ്ട്. നമുക്ക് പറയാം 1.5 ഈസ് ലെസ് ദാൻ 3.5 എന്ന് പറയാം അല്ലേ? റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ റിയൽ നമ്പേഴ്സിനെ നമുക്ക് രണ്ട് റിയൽ നമ്പേഴ്സിനെ എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നു, 1 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തന്നു, 2 - i എന്ന് പറഞ്ഞ നമ്പർ തന്നു. ഇത് രണ്ടും കമ്പയറബിൾ അല്ല. പക്ഷേ ഇതിന് മോഡുലസ് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? മോഡുലസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ് എന്ന്. അപ്പം നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, മോഡ് Z1 ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് Z2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് എന്ത് ഇംപ്ലൈ ചെയ്യുന്നില്ല? അതായത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, Z1ൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ Z2ൻ്റെ ആബ്സല്യൂട്ട് വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, Z1 എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും അകലെയാണ് കിടക്കുന്നത് Z2വിനേക്കാളും, അങ്ങനെ പറയാം. അല്ലാതെ നമുക്കതിൻ്റെ ഒരു ലീനിയർ ഓർഡർ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല. നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, Z1 ഗ്രേറ്റർ ദാൻ Z2 എന്നോ അല്ലെങ്കിൽ Z2 ലെസ് ദാൻ Z1 എന്നോ. ഇത് രണ്ടും രണ്ട് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ഇങ്ങനെയൊരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഒരു റിമാർക്ക് എന്താ നോക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് നമ്മളെ കയ്യിൽ, Z belongs to C. ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 3 റിയൽ നമ്പേഴ്സിനെ പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. Z-നെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കുണ്ട് എന്തുണ്ട്, Z-നെ നമുക്ക് x + iy എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Z-നെ അസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു റിയൽ നമ്പറാണ് റിയൽ പാർട്ട് ഓഫ് Z എന്ന് പറയുന്നത്. അടുത്ത റിയൽ നമ്പറാണ് ഇമാജിനറി പാർട്ട് ഓഫ് Z എന്ന് പറയുന്നത്. തൊട്ടടുത്ത റിയൽ നമ്പറാണ് എന്ത്, മോഡുലസ് ഓഫ് Z എന്ന് പറയുന്നത്. ഇത് മൂന്നും ഒരു Z-നെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് മൂന്നും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. മോഡ് Z എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോഡ് Z² ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, x² + y² എന്നല്ലേ. അതായത് ഇതിൻ്റെ മീനിങ് എന്താ? സോറി, നമുക്ക് ആദ്യം റിയൽ പാർട്ട് എഴുതാം. റിയൽ പാർട്ട് ഓഫ് Z the whole square plus imaginary part of Z the whole square. Mod Z² can be written like this. Mod Z² equal to real part of Z the whole square plus imaginary part of Z the whole square എന്ന് എഴുതാലോ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കൊരു ഇനീക്വാലിറ്റി പറയാൻ പറ്റും. അതായത് നമുക്കറിയാം റിയൽ പാർട്ട് ഓഫ് Z-ൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ഇമാജിനറി പാർട്ട് ഓഫ് Z-നെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ് ആര്, ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് Z എന്ന് പറയുന്നത് അല്ലേ, അതിൻ്റെ സ്ക്വയർ. നമുക്കിങ്ങനെ പറഞ്ഞൂടെ, മോഡുലസ് ഓഫ് Z ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് Z. അതായത് ഈ മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് Z-നേക്കാൾ എപ്പോഴും വലുതോ ഈക്വലോ ആണ് മോഡ് Z എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് Z. അതുപോലെ തന്നെ നമുക്ക് ഇമാജിനറി പാർട്ട് ഓഫ് Z-നെയും പറയാം, മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് Z, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് Z. ഓക്കെ, ഇതാണ് നമുക്ക് രണ്ട് റിമാർക്കുകളായിട്ട് പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് എ മോഡുലസ്.
ആബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്. നമുക്ക് ആദ്യം ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ഒരു z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് z ഈക്വൽ ടു മോഡുലസ് ഓഫ് z കോൺജുഗേറ്റ്. ഒരു സെഡിൻ്റെയും അതിൻ്റെ കോൺജുഗേറ്റിൻ്റെയും മോഡുലസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഇത് ശരിയാണോ എന്ന്. മോഡുലസ് ഓഫ് z എന്താണ് വരുന്നത്? മോഡുലസ് ഓഫ് z ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, നമുക്ക് മോഡുലസ് ഓഫ് z കോൺജുഗേറ്റ് z ഈക്വൽ ടു z കോൺജുഗേറ്റിന് ഇങ്ങനെ എഴുതാം, എക്സ് മൈനസ് ഐ വൈ എന്നല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് z കോൺജുഗേറ്റ് ഈക്വൽ ടു, ഇവിടെ എന്താ വരിക? നമ്മൾ പറഞ്ഞു റിയൽ പാർട്ട് ഓഫ് z കോൺജുഗേറ്റ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് z കോൺജുഗേറ്റ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡ് z. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാവുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? മോഡുലസ് ഓഫ് z ഈക്വൽ ടു മോഡുലസ് ഓഫ് z കോൺജുഗേറ്റ്. നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2 ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 ഇൻറ്റു മോഡുലസ് ഓഫ് z2. ഇതിൻ്റെ പ്രൂഫ് ഒന്ന് ജസ്റ്റ് പറയാം, ഇതിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2 ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 ഇൻറ്റു മോഡുലസ് ഓഫ് z2 എന്ന് പറയണം അല്ലേ. നമുക്ക് ആദ്യം എടുക്കാം. മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2, ഞാനിത് സ്ക്വയർ എടുക്കുന്നുണ്ട് നമുക്ക് എഴുതാനുള്ള സൗകര്യത്തിന്. മോഡുലസ് ഓഫ് z1 z2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, നമുക്കൊരു റിലേഷൻ അറിയാലോ. മോഡുലസ് ഓഫ് z എന്താണ്? മോഡുലസ് ഓഫ് z സ്ക്വയർ എന്താണ്? z ഇൻറ്റു z കോൺജുഗേറ്റ്. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മളെ പ്രോബ്ലം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണെന്ന്. അപ്പോൾ നമുക്കിതിൽ അതൊന്ന് അപ്ലൈ ചെയ്യാം. മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു z1 ഇൻറ്റു z2 ഇൻറ്റു z1 ഇൻറ്റു z2 കോൺജുഗേറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് z1 ഇൻറ്റു z2 ഇൻറ്റു z1 കോൺജുഗേറ്റ് ഇൻറ്റു z2 കോൺജുഗേറ്റ്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ഇപ്പം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതാമല്ലോ. കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ z1 ഇൻറ്റു z1 കോൺജുഗേറ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ z2 ഇൻറ്റു z2 കോൺജുഗേറ്റിന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതിവിടെ അപ്ലൈ ചെയ്യാം. z1 ഇൻറ്റു z1 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡ് z1 സ്ക്വയർ എന്ന് പറയാം അല്ലേ. ഇത് z2 ഇൻറ്റു z2 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ മോഡ് z2 സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോഡ് z1 z2 ഈക്വൽ ടു മോഡ് z1 ഇൻറ്റു മോഡ് z2. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, രണ്ടാമത്തത്. നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇതിൻ്റെ ഡിവിഷനിൽ വരും അല്ലേ. z1 ഡിവൈഡഡ് ബൈ z2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ മോഡുലസ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് z1 ഡിവൈഡഡ് ബൈ z2 ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z2 where z2 is not equal to 0. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത പോലെ തന്നെ പ്രൂവ് ചെയ്യാം. നമുക്കതിൻ്റെ സ്ക്വയർ എടുത്തിട്ടേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? z1 ബൈ z2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് അറിയുന്ന റിസൾട്ട് എന്തായിരുന്നു? മോഡ് z സ്ക്വയർ ഈക്വൽ ടു z ഇൻറ്റു z കോൺജുഗേറ്റ്. ഓക്കെ, നമുക്കിതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? z1 ബൈ z2 ഇൻറ്റു z1 ബൈ z2 കോൺജുഗേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് z1 ബൈ z2 ഇൻറ്റു z1 കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ z2 കോൺജുഗേറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് z1 കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ z2 കോൺജുഗേറ്റ് എഴുതാം. z2 കോൺജുഗേറ്റ് നമുക്ക് ആ പ്രോപ്പർട്ടി വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ മോഡ് z1 സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡ് z2 സ്ക്വയർ, ഓരോന്നിലും നമ്മൾ സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് z1 ഡിവൈഡഡ് ബൈ z2 ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z2. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള കേസ് നാലാമത്തെ പ്രോപ്പർട്ടി എന്താ നോക്കാം. നമുക്ക് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടി. അതായത് മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2.
ഓക്കെ, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ഈ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പറയുന്നത് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി എന്ന്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകണം, കാരണം ഇൻ കേസ് നമുക്ക് എക്സാമിന് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആ പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യാം. മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, Z1 പ്ലസ് Z2 ഇൻറ്റു Z1 പ്ലസ് Z2 കോഞ്ചുഗേറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് Z1 പ്ലസ് Z2 ഇൻറ്റു Z1 കോഞ്ചുഗേറ്റ് പ്ലസ് Z2 കോഞ്ചുഗേറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് Z1 ഇൻറ്റു Z1 കോഞ്ചുഗേറ്റ് പ്ലസ് Z1 ഇൻറ്റു Z2 കോഞ്ചുഗേറ്റ് പ്ലസ് Z2 ഇൻറ്റു Z1 കോഞ്ചുഗേറ്റ് പ്ലസ് Z2 ഇൻറ്റു Z2 കോഞ്ചുഗേറ്റ്. നമുക്ക് അറിയുന്ന പ്രോപ്പർട്ടിയിൽ അപ്ലൈ ചെയ്യാം. Z1 ഇൻറ്റു Z1 കോഞ്ചുഗേറ്റ് മോഡ് Z1 സ്ക്വയർ ആണല്ലോ. ഇനി നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. Z1 ഇൻറ്റു Z2 കോഞ്ചുഗേറ്റ് പ്ലസ് Z2 ഇൻറ്റു Z1 കോഞ്ചുഗേറ്റ് പ്ലസ് ഇവിടെ നമുക്ക് മോഡ് Z2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ്സ് നടത്താം. ഇവിടെ നമുക്ക് Z1 Z2 കോഞ്ചുഗേറ്റ് എന്നല്ലേ, ഇതിനെ Z1 Z2 കോഞ്ചുഗേറ്റ് ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ Z1 Z2 കോഞ്ചുഗേറ്റ് ദ ഹോൾ കോഞ്ചുഗേറ്റ് എഴുതാലോ എനിക്ക്. അതായത് Z1 Z2 കോഞ്ചുഗേറ്റ് ദ ഹോൾ കോഞ്ചുഗേറ്റ് എഴുതി ഈ കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടുക. ഇവിടെ നമുക്ക് കോഞ്ചുഗേറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ Z1 കോഞ്ചുഗേറ്റ് തന്നെ വരും, ഇവിടെ Z2 കോഞ്ചുഗേറ്റ് ദ ഹോൾ കോഞ്ചുഗേറ്റ് വരും, അത് Z2 തന്നെയാവും. ഓക്കെ, മോഡ് Z2 സ്ക്വയർ. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതിനെ റിയൽ പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. മോഡ് Z സ്ക്വയർ പ്ലസ് ഇവിടെ നിങ്ങൾ നോക്കാം, ഇതൊരു നമ്പറാണ്, അതേ നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് ആണിത്. നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെയാണ് ഒരു നമ്പർ അതിൻ്റെ കോഞ്ചുഗേറ്റിൻ്റെ സം ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, റിയൽ പാർട്ട് ഓഫ് Z ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, Z പ്ലസ് Z കോഞ്ചുഗേറ്റ് അല്ലേ. അപ്പോൾ ഇതിനെ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z എന്ന് എഴുതാലോ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോഞ്ചുഗേറ്റ് എഴുതാം പ്ലസ് മോഡ് Z2 സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കിങ്ങനെ ഈക്വാലിറ്റിയിൽ തന്നെ കിട്ടിയല്ലേ. നമ്മളിതിന് മുമ്പ് ഒരു റിമാർക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു റിയൽ പാർട്ട് ഓഫ്, അതായത് ഇങ്ങനെ പറഞ്ഞില്ലേ, മോഡ് Z ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് Zൻ്റെ മോഡുലസിനേക്കാളും വലുതാണ് മോഡ് Z എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഇനീക്വാലിറ്റി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ 2 റിയൽ പാർട്ട് ഓഫ് Z1 Z2 കോഞ്ചുഗേറ്റിനേക്കാളും വലുതാണ് എന്ത്, ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്. അപ്പോൾ നമുക്കിതിനെ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 സ്ക്വയർ പ്ലസ് ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് Z1 Z2 കോഞ്ചുഗേറ്റ് എന്ന് എഴുതാം പ്ലസ് 2 ഉണ്ട് Z2 കോഞ്ചുഗേറ്റ് Z2 മോഡുലസ് ഓഫ് Z2 ദ സ്ക്വയർ. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മോഡുലസിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 കോഞ്ചുഗേറ്റ് പ്ലസ് Z2 ദ ഹോൾ സ്ക്വയർ. നമ്മൾ പറഞ്ഞു ഒരു നമ്പറിൻ്റെയും അതിൻ്റെ മോഡുലസിൻ്റെയും സ്ക്വയർ എന്തായിരിക്കും, മോഡുലസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മോഡ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡ് Z1 ഇൻറ്റു, പിന്നെ എനിക്ക് Z2 കോഞ്ചുഗേറ്റിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് Z2ൻ്റെ മോഡുലസിനോട് ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് ഇതിന് പകരം ഇത് എഴുതാം പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ഫോമായി A സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു A ഇൻറ്റു B പ്ലസ് B സ്ക്വയർ. അതായത് നമുക്കിതിനെ മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ദ ഹോൾ സ്ക്വയർ. അതിന് ഇങ്ങനൊരു സൈൻ വന്നിട്ടുണ്ട്, ഒരു ഇനീക്വാലിറ്റി നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ സൈൻ മാറിയിട്ടുണ്ട്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 ദ ഹോൾ സ്ക്വയർ. നമുക്കിതിനെ എന്ത് ചെയ്യാം, എല്ലായിടത്തും സ്ക്വയർ റൂട്ട് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2.
ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ പ്രൂഫ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നാവും. നമുക്ക് ഇതിനെ ഇനി ഈ ഒരു റൂളിനെ നമുക്കൊരു എത്ര ഫൈനൈറ്റ് നമ്പർ വേണമെങ്കിലും നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻ ജനറൽ വി ക്യാൻ റിട്ടൺ ആസ് ഇൻ ജനറൽ മോഡുലസ് ഓഫ് z1 പ്ലസ് z2 പ്ലസ് എക്സെട്ര അപ് ടു n കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, മോഡുലസ് ഓഫ് zn ഇതിനെ നമുക്ക് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2 പ്ലസ് എക്സെട്ര അപ് ടു മോഡുലസ് ഓഫ് z എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രോപ്പർട്ടി നോക്കാം. മോഡ് z1 പ്ലസ് z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 മൈനസ് മോഡ് z2. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം z1 എന്താണ്, മോഡ് z1 ഈക്വൽ ടു മോഡ് z1 പ്ലസ് z2 മൈനസ് z2 എന്ന് എഴുതാലോ. അതായത് ഒരു z2നെ ആഡ് ചെയ്തു, z2നെ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കിതിനെ ട്രയാംഗിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്, ഇത് അനന്തര. അപ്പോൾ നമുക്കിതിനെ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 പ്ലസ് z2 പ്ലസ് മോഡ് z2 എന്ന് എഴുതാലോ. ഓക്കെ, ഇനി ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡ് z1 മൈനസ് മോഡ് z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 പ്ലസ് z2 എന്ന് കിട്ടും. ദിസ് ഇസ് ദ ഫിഫ്ത്ത് പ്രോപ്പർട്ടി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സിക്സ്ത് പ്രോപ്പർട്ടി മോഡുലസ് ഓഫ് z1 മൈനസ് z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. ഇതിനെ നമുക്ക് മോഡുലസ് ഓഫ് z1 മൈനസ് z2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു z1 മൈനസ് z2 ഇൻറ്റു z1 മൈനസ് z2 ഹോൾ കോൺജുഗേറ്റ് എന്ന് എഴുതാം. നമുക്ക് നേരത്തെ എഴുതിയ പോലെ സ്പ്ലിറ്റ് ചെയ്യാം. z1 മൈനസ് z2 ഇൻറ്റു z1 കോൺജുഗേറ്റ് മൈനസ് z2 കോൺജുഗേറ്റ്. ഇതിന് നമുക്ക് z1 ഇൻറ്റു z1 കോൺജുഗേറ്റ് പ്ലസ് z2 ഇൻറ്റു z2 കോൺജുഗേറ്റ് മൈനസ് z1 z2 കോൺജുഗേറ്റ് മൈനസ് z2 z1 കോൺജുഗേറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് z2 സ്ക്വയർ മൈനസ് ഓഫ് z1 z2 കോൺജുഗേറ്റ് പ്ലസ് ഇവിടെ നമുക്ക് നേരത്തെ എഴുതിയില്ലേ അതുപോലെ, അതായത് ഇതിൻ്റെ കോൺജുഗേറ്റിൻ്റെ ടേംസിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ z1 z2 കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ് എന്ന് എഴുതാം. അതായത് ഇതേ നമ്പറിൻ്റെ കോൺജുഗേറ്റ് ആയിട്ട് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്തു. നമുക്ക് റിയൽ പാർട്ട് ഓഫ് z2 ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോഡുലസ് z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് z2 സ്ക്വയർ മൈനസ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് z1 ഇൻറ്റു z2 കോൺജുഗേറ്റ് എന്ന് എഴുതാം അല്ലേ. അതായത് ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ഓക്കെ, ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്, മോഡുലസ് ഓഫ് z ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് z. നമുക്കറിയുന്ന കാര്യം ഇതാണ്. റിയൽ പാർട്ട് ഓഫ് z1 z2 കോൺജുഗേറ്റിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിസ് നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 z2 കോൺജുഗേറ്റ് എന്നറിയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം, ഇവിടെ നെഗറ്റീവും കൂടെ ഇല്ലേ. ഇപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വിച്ച് ഈസ് ഇതിൻ്റെ നെഗറ്റീവ് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഇനീക്വാലിറ്റി തിരിയും. ഓക്കെ, നെഗറ്റീവ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മൈനസ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഇനീക്വാലിറ്റി ഒന്ന് തിരിയും. അപ്പോൾ നമുക്ക് നോക്കാം, റിയൽ പാർട്ട് ഓഫ് z1 z2 കോൺജുഗേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഓഫ് മോഡുലസ് ഓഫ് z1 z2 കോൺജുഗേറ്റ് എന്നാവും. അപ്പോൾ ഈ ഒരു ഇനീക്വാലിറ്റി, അതായത് ഈ ഒരു കേസിൽ ഇതാണ്. ഈ ഒരു സ്റ്റെപ്പിന് നമ്മൾ താഴോട്ടുള്ള സ്റ്റെപ്പ് എഴുതുമ്പം ഇവിടെ മൈനസ് അല്ലേ, ഇപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത്. ഓക്കെ, അതായത് നമുക്കുള്ളത് ഇപ്പം ഇങ്ങനെയാണ് നമുക്കുള്ളത്, മോഡുലസ് ഓഫ് z1 മൈനസ് z2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് മോഡുലസ് ഓഫ് z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് z2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് z1 z2 കോൺജുഗേറ്റ് എന്നാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇനീക്വാലിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് z2 സ്ക്വയർ, ഇവിടെ നമുക്ക് എന്താവും, ഇവിടെ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ആവാം.
ഓക്കെ, മൈനസ് മോഡുലസ് ഓഫ് Z1 Z2 കോഞ്ചുഗേറ്റ് എഴുതാം. 2 ഇൻറ്റു എന്താ കിട്ടുക ഇവിടെ, ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 കോഞ്ചുഗേറ്റ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 എന്ന് എഴുതാം. ഇതെന്തായി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നുള്ള ഫോമുല ആയല്ലേ. അതുകൊണ്ട് ഇതിന് നമുക്ക് മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ പ്ലസ് അല്ല വരാം, മൈനസ് അല്ലേ വന്നിരിക്കുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab, അപ്പം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നൊരു ഫോമുലായി. അതായത് നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2, മൈനസും പ്ലസും മാറിപ്പോന്നല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ദ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2 ദ ഹോൾ സ്ക്വയർ. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് മോഡ് Z1 മൈനസ് Z2 ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 മൈനസ് Z2 ദ ഹോൾ സ്ക്വയർ എന്നാണുള്ളത്. അതിൻ്റെ സ്ക്വയർ റൂട്ട് രണ്ട് സൈഡിലും എടുക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം ഇതിൻ്റെ മോഡുലസ് പാർട്ട് വരും. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഇത് രണ്ട് റിയൽ നമ്പർ ആണല്ലോ, അതിൻ്റെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ റിയൽ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു റിയൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസിനെ സൂചിപ്പിക്കുന്നില്ലേ, പ്ലസ് ഓർ മൈനസ് വരില്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും, മോഡ് Z1 മൈനസ് Z2 ദ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഇതിൻ്റെ പ്ലസ് ഓർ മൈനസ് എടുക്കുന്ന കാരണം മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2 എടുക്കും. അവിടെ നമ്മൾ മോഡുലസ് ഓഫ് എന്ന്, ഇവിടെ സ്ക്വയർ ഇല്ല, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഇനീക്വാലിറ്റീസ് പ്രോപ്പർട്ടീസ് അല്ലേ, ട്രയാങ്കിൾ ഇനീക്വാലിറ്റി, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വന്ന രണ്ട് ഇനീക്വാലിറ്റി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇനി രണ്ട് പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം എന്താ നോക്കാം. Write the following numbers in the form a plus ib. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 divided by 1 plus I, 1 minus 2i, 1 plus 3i. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിനെ എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതണം. അതാണ്. അപ്പം നിങ്ങളിത് ചെയ്യാനൊന്നുമില്ല, നമുക്കിതൊക്കെ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നമ്മൾ ആദ്യം ഈ ഡിനോമിനേറ്ററിനെ എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഡിനോമിനേറ്ററായിട്ട് എഴുതാം. അതിന് വേണ്ടിയിട്ട് നമ്മളത് കൺസിഡർ ചെയ്യാം. 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് 2i 1 പ്ലസ് 3i. നമുക്ക് എന്താ കിട്ടാം, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ എഴുതാം. നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 2i പ്ലസ് i പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 3i. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് 2 3, ഇവിടെ 2i പ്ലസ് i മൈനസ് i വരും, 3 മൈനസ് i 1 പ്ലസ് 3i. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്ലസ് 9i മൈനസ് i പ്ലസ് 3. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് 6 പ്ലസ് 8i. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്തായി മാറി, നമുക്ക് തന്നിരിക്കുന്ന ഇതായിരുന്നു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് i 1 മൈനസ് 2i 1 പ്ലസ് 3i. ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് 1 ബൈ 6 പ്ലസ് 8i. നമുക്കറിയാം ഒരു നമ്പറിൻ്റെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാനാണ് അല്ലേ. നമുക്കിതിനെ 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 8i എന്ന് കിട്ടിയാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്കിവിടെ 6 മൈനസ് 8i ഡിവൈഡഡ് ബൈ 6 മൈനസ് 8i. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിട്ടാം, 6 മൈനസ് 8i ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. പിന്നെ എന്ത് വരും, 6 മൈനസ് 8i ഡിവൈഡഡ് ബൈ 36 പ്ലസ് 64.
ഇസ് ഈക്വൽ ടു 6 മൈനസ് 8i ഡിവൈഡഡ് ബൈ 100 അല്ലേ. അപ്പോൾ നമുക്കിതിനെ എഴുതാൻ പറ്റുന്നത് എന്താണ്? 6/100 മൈനസ് അല്ലെങ്കിൽ പ്ലസ് മൈനസ് 8i ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇതിനെ ഷോർട്ടാക്കി എഴുതാം. ഇതാണ് നമ്മുടെ a പ്ലസ് ib എന്ന് പറയുന്ന ഫോം. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈസിയാണ്. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. ഇമാജിനറി പാർട്ട് ഓഫ് z കോൺജുഗേറ്റ് സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ഓക്കെ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യം z കോൺജുഗേറ്റ് സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇമാജിനറി റിയൽ പാർട്ട് വേണമെങ്കിൽ ഈ z ഒക്കെ എന്ത് വേണം? ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് എന്ന ഫോമിലായിരിക്കണം അല്ലേ. ലെറ്റ് z ഈക്വൽ ടു എക്സ് പ്ലസ് iy. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ z കോൺജുഗേറ്റ് എന്തായിരിക്കും? എക്സ് മൈനസ് iy. ഓക്കെ, പിന്നെ z സ്ക്വയർ എഴുതി നോക്കാം നമുക്ക്. അതായത് എക്സ് പ്ലസ് iy ദ ഹോൾ സ്ക്വയർ അല്ലേ. എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 2xiy മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, z കോൺജുഗേറ്റ് സ്ക്വയർ എന്താണ് വരിക? എക്സ് മൈനസ് iy ദ ഹോൾ സ്ക്വയർ. നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2xiy മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് z സ്ക്വയർ പ്ലസ് z കോൺജുഗേറ്റ് സ്ക്വയറിൻ്റെ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 2xiy മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2xiy മൈനസ് വൈ സ്ക്വയർ. ഇവിടെ കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2y സ്ക്വയർ. ഇവിടെ 2xiy മൈനസ് 2xiy ക്യാൻസൽ ചെയ്ത് പോയി. നമുക്കിതിനെ 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഇമാജിനറി പാർട്ട് ഉണ്ടോ? ഇല്ല അല്ലേ, രണ്ട് റിയൽ നമ്പേഴ്സ് അല്ലേ കിട്ടിയിരിക്കുന്നത്. ഇമാജിനറി പാർട്ട് ഓഫ് z സ്ക്വയർ പ്ലസ് z കോൺജുഗേറ്റ് സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Find the complex number satisfying the equation z plus 2z conjugate equal to 2 minus I divided by 1 plus 3i. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലം വന്നാലും നിങ്ങൾ സെഡിന് അസൈൻ ചെയ്യാം എക്സ് പ്ലസ് ഐ വൈ എന്ന്. എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിലേക്ക് മാറ്റി എഴുതാം. ഇതിനെ നമ്മൾ എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിലോട്ട് മാറ്റി എഴുതാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ വരുന്ന പ്രോബ്ലംസിലൊന്നും കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ സൈഡിനെ എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ലെറ്റ് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ z കോൺജുഗേറ്റ് എന്ത് വരും? എക്സ് മൈനസ് ഐ വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം LHS നോക്കാം. z പ്ലസ് 2z കോൺജുഗേറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്ന് എഴുതാം അല്ലേ. പിന്നെ നമുക്ക് റിയൽ പാർട്സിനൊക്കെ ഒരുമിച്ച് എഴുതിക്കൂടെ? എക്സ് പ്ലസ് 2x that is 3x. പിന്നെ വരുന്നത് iy മൈനസ് 2iy അല്ലേ. അപ്പോൾ നമുക്ക് മൈനസ് iy എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ RHS എന്താ കിട്ടാൻ നോക്കാം. that is RHS equal to 2 minus I divided by 1 plus 3i. നമുക്കിവിടെ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് 3i. ദറ്റ് ഈസ് 2 മൈനസ് 6i മൈനസ് i പ്ലസ് 3i സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എന്താ കിട്ടാം നമുക്ക്? ഇവിടെ 2 മൈനസ് 3 വരും. 2 മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൈനസ് 1 ആണ്. ദറ്റ് ഈസ് മൈനസ് 1 മൈനസ് 6i മൈനസ് 6i ദറ്റ് ഈസ് മൈനസ് 7i ഡിവൈഡഡ് ബൈ 10. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയത് മൈനസ് 1/10 മൈനസ് 7/10i. ഇനി നമുക്ക് നമ്മളുടെ കോംപ്ലക്സ് നമ്പറിനോട് നമ്മൾ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത് z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഏതാണ്? നമുക്ക് z പ്ലസ് 2z കോൺജുഗേറ്റ് ഈക്വൽ ടു 2 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3i. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന z എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് തൊട്ട് മുമ്പ് z പ്ലസ് 2z കോൺജുഗേറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് 3x മൈനസ് iy അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3x മൈനസ് iy ഈക്വൽ ടു
-1/10 -7/10 ആയി. ഇവിടുന്ന് എക്സും വൈ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. നമ്മൾ z = x + iy ആയിരുന്നു. ഇപ്പോൾ എക്സും വൈ എന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് 3x = എന്ത് കിട്ടും? -1/10 എന്ന് കിട്ടും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് x എന്താണെന്ന് എഴുതാം. അപ്പം x = which implies x = -1/30. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് വൈയും കൂടെ ഇക്വേറ്റ് ചെയ്യാം നമ്മൾ. -y = ഇവിടെ -7/10. അപ്പോൾ ഇവിടെ നമുക്ക് y = 7/10 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് എന്താ z = എന്തായിരുന്നു? നമ്മളുടെ x + iy ആണ്. നമുക്ക് x എന്താണെന്നറിയാം, ഇപ്പം y എന്താണെന്നറിയാം. സോ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1/30 + 7/10 ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഈസിയാണ് ചെയ്യാൻ. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അതിൽ അപ്ലൈ ചെയ്യാം. z = x + iy എന്ന് കൊടുത്തിട്ട് LHSഉം RHSഉം സെയിം ആണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. തൊട്ട് മുമ്പെയുള്ള പ്രോബ്ലംസിൽ നമുക്ക് z = x + iy എന്ന് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്താണോ തന്നിരിക്കുന്നത് അത് ഡിറൈവ് ചെയ്തെടുക്കാം. എന്നിട്ട് a + ib എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റിയെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് തരാം, അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.